മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള തീയതികളിലായി ആചരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായതും യെൽദോമാർ ബെസേലിയോസ് ബാവയുടെ അനുഗ്രഹീത മധ്യസ്ഥതയാൽ പ്രശസ്തിയാർജിച്ചതും പൗരാണികവുമായ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ചുള്ള 15 നോമ്പും ശൂനോയോ പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ആചരിക്കുക. ജൂലൈ 26 ഞായറാഴ്ച ശൂനായോ പെരുന്നാൾ കൊടിയേറ്റവും ജൂലൈ 28 തീയതി ചൊവ്വാഴ്ച മെത്രാഭിഷേക സ്ഥാനാരോഹണത്തിന്റെ 4ാം വാർഷികവും നടന്നിരുന്നു. മെത്രാപോലിത്തമാരുടെയും മലങ്കര സഭയിലെ വന്ധ്യവൈദിക ശ്രേഷ്ഠന്മാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ രാവിലെ 6 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും. ബുധൻ വെള്ളി ദിവസങ്ങളിൽ ധ്യാനയോഗങ്ങളും എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് സന്ധ്യാനമസ്കാരവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും ഭക്ഷണവും സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ ശുശ്രൂഷകളുടെയും തത്സമയ സംപ്രേഷണം മീഡിയ വിങ് വഴി നടക്കും. നോമ്പനുഷ്ഠാനത്തിലും ധ്യാനത്തിലും പെരുന്നാൾ ആചരണത്തിലും പങ്കെടുക്കുന്നവർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, സഹവികാരി ഫാദർ എൽദോ സാജു, സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവർ അറിയിച്ചു. പഴഞ്ഞി പെരുന്നാൾ എന്ന് പറയുമ്പോൾ സാധാരണ വാദ്യമേളങ്ങളും ഘോഷങ്ങളും ഒക്കെയാണ് കൂടുതൽ പ്രാമുഖ്യം എന്ന് പറഞ്ഞാൽ ആരാധനയോടൊപ്പം. പക്ഷെ ഈ ശുശ്രൂഷകൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള വാദ്യഘോഷങ്ങളും ഇല്ല. തികച്ചും ആരാധനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ദിവസങ്ങൾ ഈ പെരുന്നാളിന്റെ ശുശ്രൂഷകൾക്കുള്ളത് എന്നുള്ള വലിയൊരു സന്ദേശം കൂടെ, പ്രത്യേകത കൂടെ ഈ പെരുന്നാളിനുണ്ട് എന്നുള്ളതാണ്. അതായത് 6 മണി 6:45 കൂടി സന്ധ്യാനമസ്കാരം കഴിഞ്ഞ്, അല്ലെങ്കിൽ 6:45 6:7 കൂടി തീർന്ന് ഒരു അരമണിക്കൂർ വചനപ്രഘോഷണം എല്ലാം 7:30 മണിക്ക് ഉള്ളിൽ എല്ലാം തീരാവുന്ന രീതിയിൽ ക്രമീകരിക്കുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം, രാത്രി ഭക്ഷണം 2 നേരവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്.